Hi everyone, welcome to Aarthi's Kitchen and Vlogs. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് മാവ് കൊണ്ട് അടിപൊളിയായിട്ടുള്ള അട ദോശയാണ്. അത് എങ്ങനെയാണ് തയ്യാറാക്കാൻ പോകുന്നതെന്ന് വീഡിയോയിലോട്ടൊന്ന് പോയി നോക്കാം. ഗോതമ്പ് അട ദോശയ്ക്ക് ആവശ്യമായിട്ട് ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.25 കപ്പ് ഗോതമ്പ് മാവ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഈ ഗ്ലാസിന്റെ അളവിലാണ് 1.25 കപ്പ് ഗോതമ്പ് മാവ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് 3 ടേബിൾ സ്പൂൺ റവയാണ്, വറുത്ത റവയാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇടിയപ്പത്തിൻ്റെയൊക്കെ പൊടി ഉണ്ടല്ലേ, അതൊന്ന് ചേർത്ത് കൊടുക്കാം. വറുത്തതാണ്. 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 3/4 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് അടദോശയ്ക്ക് മാവ് നമ്മൾ കുഴയ്ക്കൂലേ, അതനുസരിച്ച് മാവിന് വെള്ളം ചേർക്കാവുന്നതാണ്. അതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കട്ടവെള്ളമൊന്നും ഇല്ലാത്ത രീതിയിൽ കുഴച്ചെടുക്കാം. കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ റെസ്റ്റിൽ വെക്കാം. ഒരു 2 മിനിറ്റ് റെസ്റ്റിൽ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്കിതിന് വേറെ ആവശ്യത്തിനുള്ള ഇൻഗ്രീഡിയൻസ്, അടദോശയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറച്ചുകൂടി ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ആവശ്യമായിട്ട് 3 വെളുത്തുള്ളി തോലോടുകൂടി തന്നെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ 3 വറ്റൽമുളകും എടുത്തിട്ടുണ്ട്. ഇത് 3 മിക്സി ജാറിലോട്ട് മാറ്റിയിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം. നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ വേണം ചതച്ചെടുക്കാൻ. ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ കടുക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കാം. കടലപ്പരിപ്പൊക്കെ നന്നായിട്ട് ചുമന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് കട്ട് ചെയ്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 2 മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ക്യാരറ്റോ തക്കാളിയോ ഉണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ കൂടെ മല്ലിയില അതും ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ നേരത്തെ നമ്മൾ ചതച്ച് വെച്ചിരുന്നതിൽ വെളുത്തുള്ളി വറ്റൽമുളകും അതും ഒന്ന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സവാളൊക്കെ കണ്ണാടി പദത്തിന് വരേണ്ടതാണ്. നമ്മുടെ സവാളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മാവിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. മാവിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടദോശ ചുട്ടെടുക്കാം. ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അടദോശ ഒന്ന് ചുട്ടെടുക്കാം. സൈഡിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് ചേർക്കാവുന്നതാണ്. ഒരു ഭാഗം വെന്തിട്ടുണ്ട്.
മറിച്ചിട്ട് കൊടുക്കാം. അടദോശ ആകുമ്പോൾ പരത്തേണ്ട ആവശ്യമില്ല, ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ചുട്ടെടുത്താൽ മതിയാവും. ആദ്യത്തെ ദോശ അടദോശ റെഡി ആയിട്ടുണ്ട്. പ്ലേറ്റിലോട്ട് മാറ്റാം. മറ്റൊന്നുകൂടി ചുട്ടെടുക്കാം. മറിച്ചിട്ട് കൊടുക്കാം. അതിൽ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ പുറത്ത് കുറച്ച് വെളിച്ചെണ്ണയോ നെയ്യോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അടിപൊളിയായിട്ട് നമ്മുടെ ഗോതമ്പ് കൊണ്ടുള്ള അടദോശ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ സൈഡ് ഡിഷായിട്ട് കാരച്ചട്നിയും റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.